മഹാഭാരത യുദ്ധത്തില് പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള യുദ്ധത്തിന്റെ ചിട്ടവട്ടങ്ങൾ പാലിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂ? കാരണം പല യുദ്ധതന്ത്രങ്ങളും അവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ട്. ജയദ്രഥന്റെ സംഭവത്തില് അതൊന്നും നിത്യ നിയമങ്ങളല്ല. രണ്ടു കൂട്ടരും സമ്മതിച്ചാൽ മതി. ഇപ്പോൾ വിവാഹബന്ധം വേർപെടുത്താൻ നമ്മുടെ നിയമം ഒന്നും അനുവദിക്കുന്നില്ല. പക്ഷേ ഭാര്യയ്ക്കും ഭർത്താവിനും സമ്മതമാണെങ്കിൽ വിവാഹബന്ധം വേർപെടുത്താൻ എളുപ്പമായി. അപ്പോൾ അതൊരു നിത്യനിയമമല്ല വിവാഹബന്ധം വേർപെടുത്താൻ പാടില്ല എന്നുള്ളത്. അവർക്ക് വേണ്ടെങ്കിൽ ഇവിടെ യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് സൂര്യനെ മറച്ചുകൊണ്ട് അങ്ങനെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ നമ്മൾ മഹാഭാരത യുദ്ധത്തിൽ കാണുന്നുണ്ട്. അത് പറയാം. പിന്നെ ആരാണ് ആദ്യം തന്ത്രം പ്രയോഗിച്ചതെന്നാണ് അപ്പോൾ അന്വേഷിക്കേണ്ടത്. ഒരുത്തന് യുദ്ധത്തിൽ തന്ത്രം മാത്രമേ പ്രയോഗിക്കൂ എന്ന് വന്നാൽ പിന്നെ അവനെ എന്ത് ചെയ്യണം? തന്ത്രം പ്രയോഗിച്ച് അവനെ തകർക്കണം. ഒരുത്തൻ ഒളിച്ചിരുന്ന് അടിക്കുന്നവനാണ്, നേരെ വരില്ല. അപ്പോൾ അവനെന്ത് ചെയ്യണം? അവനെ ഒളിച്ചിരുന്ന് കൊല്ലണം. ബാലിക്ക് ബാലിയോട് യുദ്ധം ചെയ്യുന്ന ആളിൻ്റെ പകുതി ശക്തി കിട്ടും. അപ്പോൾ അവനെ എന്ത് ചെയ്യണം? അവനെ ഒളിച്ചിരുന്ന് തല്ലി കൊല്ലണം ബാലിയെ. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഒരു പെരുമാറ്റ സംഹിത യുദ്ധഭൂമിയിലെ അതിലെ ഞാൻ പറഞ്ഞു തീർന്നില്ല. അതിന് ഈ പറഞ്ഞതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് ജയദ്രഥൻ്റെ കാര്യത്തിലും അഭിമന്യുവിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. അത് പാലിച്ചില്ല. ആരാ പാലിക്കാഞ്ഞത്? കർണൻ്റെ കാര്യത്തിൽ അല്ല, അഭിമന്യുവിൻ്റെ കാര്യത്തിൽ അതാരാ പാലിക്കാഞ്ഞത്? അത് കൗരവന്മാരാണ് പാലിക്കാഞ്ഞത്. അത് ലംഘിച്ചത് ഏറ്റവും വലിയ ആചാര്യനാണ് ആദ്യം ലംഘിച്ചത്. ആരുടെ പക്ഷത്തു നിന്ന്? അധർമ്മപക്ഷത്തു നിന്ന്, ദുര്യോധനൻ്റെ പക്ഷത്തു നിന്ന്, കൗരവന്മാരുടെ പക്ഷത്തു നിന്ന്. യുദ്ധത്തിൽ അതാദ്യം ലംഘിച്ചത് 15ാമത്തെ ദിവസം ദ്രോണരുടെ നേതൃത്വത്തിലായിരുന്നു. ആരെങ്കിലും ചിന്തിക്കുമോ ദ്രോണരുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു യുദ്ധ ധർമ്മ, യുദ്ധ നിയമ, യുദ്ധ നിബന്ധനയുടെ ലംഘനം ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കില്ല. എന്താണ് ഈ അഭിമന്യുവിനെ തടഞ്ഞു നിർത്താൻ ഒരു നിവൃത്തിയുമില്ല. അപ്പോൾ ദുര്യോധനൻ ആചാര്യനോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഒരു ആരോപണം അതിനു മുമ്പ് തന്നെ ദുര്യോധനൻ വെച്ചിരുന്നു. എന്താണ് ആരോപണം? പാണ്ഡവർക്ക് അനുകൂലമായിട്ടാണ് അങ്ങ് യുദ്ധം ചെയ്യുന്നത്, എൻ്റെ പക്ഷത്ത് നിൽക്കുന്നെങ്കിലും പാണ്ഡവർ ജയിക്കണം എന്ന് നിത്യേന പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് എന്നെ ദ്രോഹിക്കുകയാണ്. നിങ്ങളുടെ പൂർണ്ണമായ ശക്തി നിങ്ങൾ ഈ യുദ്ധത്തിൽ ചെലുത്തുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വന്തം നിലയിൽ മരിച്ചു വീണുകളഞ്ഞു യുദ്ധക്കളത്തിൽ. ഭീഷ്മർ അദ്ദേഹം എന്നോട് നീതി പുലർത്തിയില്ല. ഇപ്പോഴങ്ങും അത് തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ സൈന്യങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് വെറും 16 വയസ്സുള്ള ഒരു തരുണൻ നമ്മുടെ പത്മവ്യൂഹത്തെയും ചക്രവ്യൂഹത്തെയും ഭേദിച്ചുകൊണ്ട്, അതും അങ്ങ് തീർത്ത, അങ്ങയുടെ സർവ്വസൈന്യാധിപത്യത്തിൽ അങ്ങ് തീർത്ത പത്മവ്യൂഹത്തെയും പത്മവ്യൂഹത്തിൻ്റെ ഉപവ്യൂഹമായ ചക്രവ്യൂഹത്തെയും തകർത്തുകൊണ്ട് അവരകത്ത് കയറിയിരിക്കുന്നു. എങ്ങനെ കയറാൻ സാധിച്ചു? ഇവന് അഭേദ്യമാണ് ഈ വ്യൂഹങ്ങളൊക്കെ. അത് നാം ആധുനികമായി പഠിക്കേണ്ടുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ ആറ്റം ബോംബും അതുപോലെയുള്ള മിസൈലുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് പ്രസക്തി കുറഞ്ഞെങ്കിലും അതിൻ്റെ പ്രസക്തി ഇപ്പോഴും യുദ്ധഭൂമിയിൽ പോയിട്ടില്ല. എന്താണ് കാരണം? യുദ്ധത്തിൽ അതിൻ്റെ പ്രസക്തി പോയിട്ടില്ല. സോൾജേഴ്സാണ് യഥാർത്ഥത്തിൽ ഒരു രാജ്യം പിടിച്ചെടുക്കുന്നത്. അല്ലാതെ എയർഫോഴ്സും നാവികപ്പടയും മറ്റെന്താ പറയുന്നത്, എയർഫോഴ്സിന് വ്യോമസേന, വ്യോമസേനയും നാവികസേനയും അല്ല. അധികാരം നിലനിർത്തണമെങ്കിൽ നിലത്ത് സൈന്യം വേണം. അവരാണ് അധികാരം നിലനിർത്തുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസക്തി പോയിട്ടില്ല. അപ്പോൾ ആ വ്യൂഹം ചമയ്ക്കുന്ന ആ വ്യൂഹ സംവിധാനത്തിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായ രീതിവിധാനം ഇപ്പോഴും നമുക്ക് പഠിക്കാവുന്ന, ആരോ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഏതോ ഒരു ജനറൽ എന്തായിന്ന് അറിഞ്ഞുകൂടെ എന്നെ പുസ്തകം എഴുതാൻ പോകുന്നു എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അത് പഠിക്കാവുന്നതാണ്. ഈ വ്യൂഹം അഭിമന്യു ഭേദിച്ചകത്ത് കടന്നിരിക്കുന്നു. അപ്പോൾ നാം മരിക്കാതിരിക്കണമെങ്കിൽ അവനെ കൊല്ലണം എന്ന് ദുര്യോധനൻ തേലിരുന്നുകൊണ്ട് ദ്രോണരോട് വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ നാം എല്ലാം ഇന്ന് ഈ യുദ്ധത്തിൻ്റെ 15ാമത്തെ ദിവസം നാം എല്ലാം മരിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് അവനെ ഏത് വിധേനയും കൊല്ലണം. ഈ ഏത് വിധേനയും കൊല്ലണം എന്നുള്ളതാണ് ഈ ധർമ്മലംഘനം എന്നത്. അപ്പോൾ ഒരിടത്ത് ധർമ്മം ലംഘിച്ചാൽ പിന്നെ മറ്റവർക്ക് ധർമ്മം ലംഘിക്കാനുള്ള, എല്ലാവർക്കും ഈ നിയമം ലംഘിക്കാനുള്ള വാസനയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ നാക്കുള്ളത് സംസാരിക്കാൻ മാത്രമല്ല, പിന്നെന്താണ്, സംസാരിക്കാതിരിക്കാനും കൂടിയാണ് നാക്ക് വച്ചിരിക്കുന്നത്. അതാണ് ഒരുപാട് തടസ്സങ്ങളൊക്കെ മുഖത്തുണ്ട് സംസാരിക്കുന്നതിന്. അപ്പോൾ നാക്ക് കൊണ്ട് സംസാരിക്കാതിരിക്കുകയും ഒരു ഉപയോഗമാണ്. അഭിമന്യുവിൻ്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ
കൃഷ്ണൻ്റെ പ്രേരണയാൽ അർജുനനും ഈ നിയമങ്ങൾ ലംഘിക്കുകയും കർണനെ വധിക്കുകയും ചെയ്യുന്നു. പറയാം. അപ്പോൾ ആരാദ്യം ലംഘിച്ചു എന്നത് എപ്പോഴും പ്രശ്നമാണ്. അയാൾക്ക് നേരെ പിന്നെ ഏത് അക്രമവും പ്രവർത്തിക്കാൻ മറ്റുള്ളവർ എതിർഭാഗത്ത് നിൽക്കുന്നവർ സന്നദ്ധരായിത്തീരും. എന്തുകൊണ്ടാണ്? ഇവർ ധർമ്മം ലംഘിക്കാനുള്ള പ്രേരണ ഇട്ടുകൊടുക്കുന്നു. അപ്പോൾ ആദ്യത്തെ ധർമ്മലംഘകനാണ് പിന്നീട് വരുന്ന ധർമ്മലംഘനങ്ങൾക്കെല്ലാം ഉത്തരവാദി. അപ്പോൾ ഇവർ അധാർമികമായ യുദ്ധം ആരംഭിച്ചപ്പോൾ അവർക്കും അധാർമികമായ യുദ്ധം ആരംഭിക്കുകയല്ലാതെ മാർഗമില്ലെന്ന് വന്നു. പിന്നെ എന്തുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധം ധർമ്മയുദ്ധം എന്നറിയപ്പെടുന്നത്? ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ്. ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നവർ അധർമ്മം പ്രയോഗിച്ചപ്പോൾ, യുദ്ധധർമ്മങ്ങൾ ലംഘിച്ചപ്പോൾ മറുഭാഗത്ത് നിന്നവർക്കും യുദ്ധധർമ്മങ്ങൾ ലംഘിക്കേണ്ടി വന്നു. 1. 2, ധർമ്മത്തിൻ്റെ പക്ഷമാണ് എന്ന് അറിഞ്ഞിട്ടും ആ ധർമ്മത്തിൻ്റെ പക്ഷത്തു നിൽക്കാതെ ഭീഷ്മരും ദ്രോണരും അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നു. അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നു എന്ന് മാത്രമല്ല, ദുര്യോധനൻ്റെ ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ആ ആരോപണങ്ങളൊക്കെ കേവലം ആരോപണങ്ങൾ മാത്രമായിരുന്നു. ധാർമ്മിക പക്ഷത്തുള്ള സൈന്യങ്ങളെ കൊന്നു മുടിച്ച് ഭസ്മീകരിച്ചുകൊണ്ടാണ് ഇവരുടെ രണ്ടുപേരുടെയും മുന്നേറ്റം. അവരുടെ രണ്ടുപേരുടെയും, ഭീഷ്മരുടെയും ദ്രോണരുടെയും. അപ്പോൾ ധർമ്മത്തിൻ്റെ പക്ഷത്തു നിൽക്കുകയും അധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുകയും ധർമ്മപക്ഷത്തിനെതിരെ യുദ്ധം ചെയ്യുകയും എന്നിട്ട് മനസ്സുകൊണ്ട് ധർമ്മപക്ഷം ജയിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ധർമ്മപക്ഷം ജയിക്കണമെന്ന് ആശംസിക്കുകയും അവരെ ജയിക്കാനുള്ള തന്ത്രങ്ങൾ ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇവർ ചെയ്തിരിക്കുന്നു. അപ്പോൾ അധാർമികത യഥാർത്ഥത്തിൽ തുടങ്ങി വച്ചിട്ടുള്ളത് പിന്നെ കുരുപിതാമഹനായ ഭീഷ്മരാണ്. ഇന്നലെ സൂചിപ്പിക്കേണ്ടായി. എന്താണ്? അരക്കില്ലത്തിലിട്ട് പാണ്ഡവന്മാരെ ചുട്ടതിന് ചോദ്യം ചെയ്തില്ല ആരോടെ. അങ്ങനെ ചോദ്യം ചെയ്യാതിരിക്കുക എന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്ന കാര്യമാണെങ്കിലും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഒരു രാജകുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും സഹിക്കാവുന്ന കാര്യമല്ല. ആ രാജ്യം അനാഥാവസ്ഥയിലേക്ക് വരിക എന്നുള്ളതാണ്. അരാജകത്വത്തിലേക്ക് രാജ്യം വഴുതി വീഴുക എന്നുള്ളതാണ്. നിയമപരമായ അവകാശിയെ ഇല്ലാതാക്കാൻ, ആ നിയമപരമായ അവകാശിയെയും അയാളുടെ സഹോദരന്മാരെയും അയാളുടെ അമ്മയെയും ഇല്ലാതാക്കാനുള്ള കുന്തിക്ക് അവിടെ സവിശേഷമായ അവകാശമുണ്ട്. അവരവിടുത്തെ മഹാരാജ്ഞിയായിരുന്നു കുന്തി. ആ കുന്തിയെയും അരക്കില്ലത്തിലിട്ട് ചുട്ടുകളയാനുള്ള ഒരു കുതന്ത്രം മെനഞ്ഞെടുത്തിട്ട്, അങ്ങനെ ഒരു കുതന്ത്രം മെനഞ്ഞിരുന്നു എന്ന് പിന്നീട് ബോധ്യമായപ്പോൾ അതിന് വേണ്ട നടപടിയെടുക്കാൻ ഭീഷ്മർ ഒരുങ്ങിയില്ല. ഭീഷ്മരാണത് പറയേണ്ടത്. ഇനി ആരും പറഞ്ഞെങ്കിൽ ഇല്ലെങ്കിലും ഭീഷ്മർ അതിന് ഒരുങ്ങുകയാണ് വേണ്ടിയിരുന്നത്. ഭീഷ്മർ അപ്രത്യക്ഷമായി ചെയ്ത ദുസ്സഹമായ, മാപ്പില്ലാത്ത, അക്ഷന്തവ്യമായ ഒരു അപരാധമായിരുന്നു, അധർമ്മമായിരുന്നു അത്. അപ്പോൾ ഭീഷ്മരുടെ ഭാഗത്തു നിന്നാണ് ഈ അധർമ്മം വരുന്നത്. പിന്നെ അഭിമന്യുവിനെ എല്ലാവരും കൂടി വളഞ്ഞെതിർക്കുക എന്നതിന് നേതൃത്വം കൊടുത്തതും ദ്രോണരായിരുന്നു. ഇവരെന്താണ് ചെയ്യാമായിരുന്നത്? യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ ഈ യുദ്ധത്തിൽ സഹകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ മതി. അവരുടെ ഭാഗത്ത് സഫിഷ്യൻറ്റ് റീസൺസ് ഉണ്ട്, അല്ല വേണ്ടത്ര യുക്തികളുണ്ട്, വേണ്ടത്ര കാരണങ്ങളുണ്ട് യുദ്ധത്തിൽ ചേരാതിരിക്കുന്നത്.